നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വലിയ ഉത്സാഹത്തിലാണല്ലോ. ഇത് നടക്കുമെന്നാണോ കരുതിയിരിക്കുന്നത്? നടക്കും, അങ്ങനെ എന്റെ മനസ്സ് പറയുന്നത്. ഇല്ലടി, നാളെ നിന്റെ കഴുത്തിലെ താലി വീണാലേ ചതിക്കപ്പെടാൻ പോകുന്നത് എന്റെ കൂട്ടുകാരനാ. മിണ്ടാതെ മാറിയൊക്കെ നടക്കുന്ന എന്റെ മുഖത്ത് നോക്കി നിനക്ക് എന്ത് പറ്റിയടാന്ന് അമ്മാവൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എന്റെ അമ്മാവന്റെ മുമ്പില് ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ച് നിൽക്കാൻ എനിക്കാവില്ല. ഏതോ ഒരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റി അവനിൽ നിന്ന് ഗർഭിണിയായവളാണ് നീയെന്ന് എല്ലാവരും അറിയിട്ടടി. എന്റെ ജീവിതത്തിലെ വെളിച്ചം കെടുത്തിയിട്ട് ഇവിടെ വേറെ ആരും സന്തോഷിക്കണ്ട. ഹലോ സാറമ്മളെ, ശിവാനന്ദനാ. എന്താ അങ്കിൾ വിശേഷം? വിശേഷമുണ്ട്. ഞാനിന്ന് ജീവനെ കണ്ടിരുന്നു. അങ്കിൾ, സത്യം പറ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നിത്യച്ച് എവിടെയാണ് നീ അവരെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെയാ നിങ്ങൾ ഈ ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിൽ ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് അത് അവന്റെ അടവാ. പക്ഷേ അവനെ ഞാനും സുധിയും തേടി പിടിക്കും. നിത്യയും സുജാതയൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ട് മോളെ, അതെനിക്ക് ഉറപ്പാ. അങ്കിൾ, നമ്മുടെ തെരച്ചിലിന് ഒരു ഫലം കണ്ടത് നല്ല കാര്യ. പക്ഷേ ഞാനിത് രഘുവങ്കളിനോട് പറയുന്നില്ല. രഘുവങ്കളിന്റെ കണ്ടീഷൻ വളരെ മോശം. എല്ലാ നേരവും മദ്യപിക്കും, പിച്ചും പേയും പറഞ്ഞോണ്ടേയിരിക്കും. ബോധം തെളിഞ്ഞാലും കരച്ചിൽ തന്നെയാ. പിന്നെ എങ്ങനെയാ അങ്കിൾ? മനസ്സിലായി മോളെ. സുജാതയെക്കുറിച്ചോ നിത്യയെക്കുറിച്ചോ നമുക്ക് കൃത്യമായൊരു തെളിവ് കിട്ടുന്നതുവരെ രഘുസാറിനോട് ഈ വിവരം പറയണ്ട. പക്ഷേ അങ്കിളും സുധീൻ ചിന്തിക്കുന്ന പോലെ ജീവൻ ഇപ്പോഴും നിത്യയുടെ അടുത്താണെങ്കിൽ നിങ്ങളെ കണ്ടതിന്റെ പേരിൽ അവനെന്തെങ്കിലും... അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. ഒന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. എങ്ങനെയെങ്കിലും ജീവനുള്ള സ്ഥലം കണ്ടെത്തി അവരെ പിന്തുടർന്ന് അവനെ കണ്ടുപിടിക്കാനേ നമുക്ക് സാധിക്കും. അതിനു മുമ്പ് എന്തു ചെയ്താലും അത് അബദ്ധമായിരിക്കും. അല്ല, രഘുസാർ എവിടെ?
കിടന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും എഴുന്നേറ്റില്ല. പല നേരത്തും അങ്ങനെയാ. ചിലപ്പോ കുറെ നേരം ആ വീടിനകത്ത് പോയിരിക്കും, ഇരുട്ടിൽ തനിച്ച്. ഞാൻ നിർബന്ധിച്ചാ വിളിച്ചോണ്ട് വരുന്നത്. ദൈവം കാക്കട്ടെ മോളെ. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാ ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ചു കൂട്ടുന്നത്. എന്നാ ഞാൻ മോളെ പിന്നെ വിളിക്കാം. ശരി. സുജാതാന്റെ നിത്യം എവിടെയായിരിക്കും? വലിയ ഒരുക്കമൊന്നും വേണ്ട. വരുന്നവരിങ്ങനെയൊക്കെ കണ്ടാ മതി. ഏതൊരുക്കായാലും നീ നല്ല സുന്ദരിയല്ലേ? വലിയ ഉത്സാഹത്തിലാണല്ലോ. ഇത് നടക്കുമെന്നാണോ കരുതിയിരിക്കുന്നത്? നടക്കും, അങ്ങനെ എന്റെ മനസ്സ് പറയുന്നത്. ശരവണ, அம்மா அவரு கிருத்தியமா இங்க வருமா? അത ഞാൻ പോയി റോഡിൽ വെയിറ്റ് பண்ணணுமா? അവര് വന്നോളും. അവർക്കറിയാവുന്ന ഇടവാ. അവര് വന്ന് ജ്യോതിയെ പിടിച്ചെന്ന് ചൊല്ലിയ കല്യാണം ഉടനെ നടത്തുമോ അമ്മ? അതിനല്ലേടാ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നേ. அப்பா இருக்கு, அண்ணன் இருக்கு. ஆனா அப்படி யாருக்குமே தெரியாத ஒரு கல்யாணம் இல்லையா? എല്ലാം അറിയാവുന്ന നീ തന്നെയാണോ ഇത് പറയുന്നത്? അയ്യോ അമ്മ, എന്നെങ്കിലും കണ്ടുമുട്ടിയ രഘുവേട്ടനോട് എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ ഇതുകൂടി ആയിക്കോട്ടെ. അമ്മ അമ്മ വിഷമിക്കാതമ്മ. എന്നോட മനസ്സിൽ ഒന്നും ഇരിക്കാത്. അതുതാൻ കേട്ടെ. ശരവണ, ഒരുപാട് ആലോചിക്കാൻ പാടില്ലടാ. കഴിഞ്ഞില്ലേ മോളെ ഇതുവരെ? കഴിഞ്ഞമ്മേ. അവളുടെ ഓരോരോ ചോദ്യങ്ങളും അതിന് മറുപടിയും പറഞ്ഞ നേരം പോന്നെ. എന്ത് ചോദ്യങ്ങള്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.